അവിടുന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു. ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് എന്നെ വിസ്മയനീയമായി സൃഷ്ടിച്ചു. അവിടുത്തെ സൃഷ്ടികൾ അത്ഭുതകരമാണ്. എനിക്കത് നന്നായി അറിയാം. ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. അവിടുന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു. ഞാൻ മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തു. തൻ്റെ കൃപയിൽ അവിടുന്ന് എന്നെ വിളിച്ചു. എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവിക ചൈതന്യമായ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ കൃപയിൽ എൻ്റെ ഉദരത്തിൽ അങ്ങ് രൂപം നൽകിയ ശിശുവിനെ അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. പുരുഷന് പിതൃത്വവും സ്ത്രീക്ക് മാതൃത്വവും നൽകി അനുഗ്രഹിക്കുന്ന ദൈവമേ, എന്നെ മാതൃത്വ പദവിയിലേക്ക് ഉയർത്തിയതിനും അങ്ങയുടെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളിയാകുവാൻ എന്നെ അനുവദിച്ചതിനും ഞാൻ അങ്ങേക്ക് കൂപ്പുകരങ്ങളോട് നന്ദിയേകുന്നു. അവൾ പറഞ്ഞു, നിങ്ങൾ എങ്ങനെ എൻ്റെ ഉദരത്തിൽ രൂപം കൊണ്ടു എന്നെനിക്കറിയില്ല. നിങ്ങൾക്ക് ജീവനും ശ്വാസവും നൽകിയതും നിങ്ങളുടെ അവയവങ്ങൾ വാർത്തെടുത്തതും ഞാനല്ല. മനുഷ്യനെ ഉരുവാക്കുകയും എല്ലാറ്റിൻ്റെയും ആരംഭം ഒരുക്കുകയും ചെയ്ത ലോകസൃഷ്ടാവ് തൻ്റെ നിയമത്തെ പ്രതി നിങ്ങൾ നിങ്ങളെ തന്നെ വിസ്മരിക്കുന്നതിനാൽ കരുണാപൂർവം നിങ്ങൾക്ക് ജീവനും ശ്വാസവും നൽകുമെന്ന് തിരുവചനങ്ങളിലൂടെ ഞങ്ങളോട് അരുളി ചെയ്യുന്ന നല്ല ദൈവമേ, എൻ്റെ ഉദരത്തിൽ രൂപം കൊണ്ടിരിക്കുന്ന ഈ ശിശുവിന് ദൈവിക ചൈതന്യവും ആരോഗ്യവും പഞ്ചേന്ദ്രിയങ്ങൾക്കും മറ്റവയവങ്ങൾക്കും ക്രമാനുഗതമായ വളർച്ചയും നൽകി അനുഗ്രഹിച്ചാലും ബുദ്ധിക്ക് വികാസവും മനസ്സിന് സന്തോഷവും ഹൃദയത്തിൽ ദൈവികമായ സ്പന്ദനവും നൽകി അനുഗ്രഹിക്കണമേ. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ, എൻ്റെ അടുത്തു വരുവാനുള്ള ഈ ഭാഗ്യം എനിക്കെവിടെ നിന്ന്? ഇതാ നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. 10 മാസക്കാലം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഉദരത്തിലായിരുന്ന ഉണ്ണീശോയെ, എൻ്റെ കുഞ്ഞിനെ അങ്ങയുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുകൊള്ളണമേ. നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല, അനശ്വരമായ ബീജത്തിൽ നിന്നാണ്, സജീവവും സനാതനവുമായ ദൈവത്തിൽ നിന്ന് എന്ന് തിരുവചനങ്ങളിലൂടെ അരുളി ചെയ്യുന്ന ഈശോയെ, അങ്ങയുടെ കരസ്പർശനമേറ്റ എൻ്റെ കുഞ്ഞിൻ്റെ ഓരോ കോശങ്ങളും ശിരസ് മുതൽ പാദം വരെയുള്ള ബാഹ്യവും ആന്തരികവുമായ എല്ലാ അവയവങ്ങളെയും അങ്ങേ തിരുരക്തം കൊണ്ട് ആവരണം ചെയ്ത് വിശുദ്ധ കുരിശിനാൽ മുദ്രിതമാക്കണമേ. ഓ സ്നേഹത്താൽ തുടിക്കുന്ന ദിവ്യകാരുണ്യമേ, എൻ്റെ ഗർഭാവസ്ഥയിൽ ഈ കുഞ്ഞിന് സംഭവിക്കാവുന്ന ശാരീരികവും ബൗദ്ധികവുമായ എല്ലാ വൈകല്യങ്ങളെയും മാറ്റി ദൈവിക ചൈതന്യം തുളുമ്പുന്ന കുഞ്ഞിന് ജന്മം നൽകുവാൻ അവിടുന്ന് കനിഞ്ഞനുഗ്രഹിച്ചാലും ഈ ഗർഭാവസ്ഥയിൽ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും മാനസിക സംഘർഷങ്ങളും ശാരീരിക അസ്വസ്ഥതകളും ഈ കുഞ്ഞിൻ്റെ എല്ലാ തലത്തിലുള്ള വളർച്ചയ്ക്ക് തടസ്സമാകാത്ത വിധം പരിശുദ്ധ കന്യകാമറിയമേ, എൻ്റെ മനസ്സിൻ്റെ ആശയും ആശങ്കകളും മാറ്റി എനിക്ക് പ്രസവാരിഷ്ടതകളെ ശാന്തതയോടും സമചിത്തതയോടും കൂടെ അഭിമുഖീകരിച്ച് കുഞ്ഞിന് ജന്മം നൽകുവാനുള്ള അനുഗ്രഹം തന്നരുളണമേ. ഉദരത്തിൽ കരങ്ങൾ വെച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഓരോ ശ്വാസോച്ഛ്വാസത്തിലും ഈശോയെ, ഞാൻ അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. ഒരു പൂക്കാലം പോലെ ദൈവാനുഗ്രഹത്തിൻ്റെ കലവറ എന്നിലേക്ക് പ്രവഹിക്കുവാൻ ദൈവമേ എനിക്കിടവരുത്തിയാലും. പരിശുദ്ധ അമ്മ ഈ അവസ്ഥയിൽ ദിവ്യ പൈതലിനെ എങ്ങനെ ഉദരത്തിൽ വഹിച്ച് പരിപാലിച്ചുവോ അതേ മനോഭാവം ഉൾക്കൊണ്ട് പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിച്ച് ദൈവിക ശക്തിയാൽ ഞാൻ സ്പർശിക്കപ്പെടട്ടെ. ഈശോയെ, തലമുറയായി എൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന പാരമ്പര്യ രോഗങ്ങൾ, ദുശീലങ്ങൾ, തകർച്ചകൾ, അനുഗ്രഹ വഴികളെ തടയുന്ന തിന്മയുടെ സ്വാധീനങ്ങൾ, ഇവയെല്ലാം അങ്ങയുടെ തിരുരക്തം ഒഴുക്കി വിശുദ്ധീകരിച്ച് എൻ്റെ ഉദരസ്ഥ ശിശുവിൽ അങ്ങയുടെ ആധിപത്യവും ഭരണവും ഇപ്പോൾ സാധ്യമാക്കണമേ. ഓരോ മാസവും വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഉദരസ്ഥ ശിശുവിലേക്ക് ദൈവിക ജ്ഞാനവും ആത്മാവിൻ്റെ നിറവും ലഭിക്കുന്നതിനു വേണ്ടി അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.